الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചും ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടും പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ തുടർന്നു പോകാനും കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനും നാളെ നാഥനെ നിർവൃതിയോടുകൂടി കണ്ടുമുട്ടാനും അല്ലാഹു അവന്റെ സച്ചരിതരായ അടിയാറുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള പടച്ചവന്റെ വിശാലമായ സ്വർഗം, ആ സ്വർഗം കുടുംബസമേതം നേടിയെടുക്കാനും നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ന് 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും നമ്മുടെ നാട് വിമോചനം സാധ്യമാക്കിയതിൻ്റെ 80ാം പിറന്നാൾ ഇന്ന് രാജ്യത്ത് ആഘോഷിക്കുകയാണ്. അഥവാ 79 വർഷങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ നാട് പിന്നിട്ടിരിക്കുന്നു. 79 വർഷങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ച് മുന്നോട്ട് പോയ നമ്മുടെ നാടിന്റെ നേട്ടക്കോട്ടങ്ങളും രാജ്യത്തിന്റെ കുതിച്ചുചാട്ടങ്ങളും കിതച്ചു നിൽക്കലുകളുമൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. പല തലങ്ങളിലും ആ വിലയിരുത്തൽ വളരെ പ്രസക്തം കൂടിയാണ്. ഈ 8 പതിറ്റാണ്ട് കാലത്തോളം കടന്നുപോയിട്ടും രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നു എന്നത് ലോകത്തിന് മുന്നിൽ തന്നെ നമുക്ക് തല ഉയർത്തി പിടിച്ചു നിന്നുകൊണ്ട് അവകാശപ്പെടാവുന്ന, അഭിമാനിക്കാവുന്ന നേട്ടമാണ്. നമ്മുടെ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാഷ്ട്രങ്ങളും
കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പലതായി വിഭജിക്കപ്പെട്ട് വെട്ടിമുറിക്കപ്പെട്ട ഒരവസ്ഥയിൽ നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നുവരെയും ഒന്നിച്ച് ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു എന്നത് ഏറെ അഭിമാനകരമായ സംഗതി തന്നെയാണ്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള, മനുഷ്യ വിഭവശക്തിയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങളും വികസനങ്ങളും കാഴ്ചവെക്കാൻ, നേടിയെടുക്കാൻ നമ്മുടെ നാടിന് സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ബൗദ്ധിക ശേഷി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴി വലിയ വിദേശ നാണ്യം രാജ്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. IT മേഖലയിൽ പ്രത്യേകിച്ചും മറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിലുമൊക്കെ വലിയ നേട്ടങ്ങളും കുതിച്ചുചാട്ടങ്ങളും സാധ്യമാക്കിയ ഒരു അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തലയെടുപ്പോടും ആത്മവിശ്വാസത്തോടും അഭിമാനകരമായ ഒരു ഇന്ത്യയിലേക്ക് പ്രതീക്ഷയർപ്പിക്കുവാനാണ് നമ്മുടെ മുൻഗാമികൾ, രാഷ്ട്രശില്പികൾ നമ്മെ പഠിപ്പിച്ചത്. ഇങ്ങനെ അഭിമാനിക്കാൻ ഏറെയുള്ള ഒരു നാട്ടിൽ ജീവിക്കുമ്പോഴും നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഏറെ അഭിമാനം കൊള്ളുമ്പോഴും ആ സ്വാതന്ത്ര്യവും ആ ആത്മാഭിമാനവും ഒക്കെ നാൾക്കുനാൾ ഞെരിച്ചില്ലാതാക്കപ്പെടുന്ന ഒരു വ്യതയും ഒരു വേദനയും നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതും നമ്മൾ കാണാതിരുന്നുകൂടാ. ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത്, വൈവിധ്യങ്ങളുടെ ഈ മഹാദേശത്ത് പൗരന്മാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ആരാധനകൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യവും പിടിച്ചുപറിക്കപ്പെടുന്ന ആശങ്കകളാണ് പലപ്പോഴും നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കിയതുപോലെ പൗരന്മാരുടെ വോട്ടവകാശം പോലും തട്ടിയെടുക്കുന്ന, വോട്ടർ പട്ടികയിൽ നിന്നും 65 ലക്ഷം പേരെ വെട്ടിമാറ്റിയ ബീഹാർ മോഡൽ രാജ്യത്ത് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയിലേക്കാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ രാജ്യത്തിന്റെ നല്ല ഭാവിയിൽ താല്പര്യമുള്ളവരെ ആശങ്കപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് അനുദിനം നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം പോലും കവർന്നെടുക്കപ്പെടുന്ന, ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്ന അന്തരീക്ഷം നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള, അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള അപകടകരമായ സന്ദേശമാണ് നൽകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് അവർ കാണുന്ന ഒരു വിലയിരുത്തലുണ്ട്. ഒരു രാജ്യം തങ്ങളെ കീഴ്പ്പെടുത്തിയ അല്ലെങ്കിൽ തങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രത്തിൽ നിന്നും വിമോചിതമാകുന്നതിനെയാണ് നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറയാറുള്ളത്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് അടിമത്തമായി തീരുന്നത്. ഇപ്പൊ ബ്രിട്ടീഷുകാർ രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ് ആ രാജ്യത്തിന്റെ മേൽ തങ്ങളുടേതായ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ പറയും അവർ മറ്റൊരു രാജ്യത്തിന്റെ, തങ്ങൾ കീഴ്പ്പെടുത്തപ്പെട്ട രാജ്യത്തിന്റെ അടിമത്ത രാജ്യമാണ് എന്ന്. ഇത് എന്തടിസ്ഥാനത്തിലാണോ പറയുന്നത്, അതേ ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ്, അഥവാ അടിമത്വത്തിന്റെ അടയാളമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. വൈദേശികമായ ആധിപത്യത്തിനെതിരെ പൊരുതേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശപരമായ താല്പര്യമാണ് എന്നതുപോലെ മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്ര ആധിപത്യത്തിന് നേരെ പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ആദർശത്തിന്റെ താല്പര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പേർഷ്യൻ ഭരണാധികാരിയായ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് നിർഭയം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലുന്ന രബീഉബ്നു ആമിർ എന്ന് പറയുന്ന സഹാബിയെ നമ്മൾ കാണുന്നുണ്ട്. പച്ച പരവതാനിയും പളുങ്കും കൊണ്ട് അലങ്കരിച്ച, എല്ലാവിധ പ്രൗഢിയും അലങ്കാരങ്ങളുമുള്ള പേർഷ്യൻ ഭരണാധികാരിയായ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് സാധാരണക്കാരനായ രബീഉബ്നു ആമിർ കടന്നു ചെല്ലുന്ന ഒരു രംഗം ചരിത്രത്തിൽ കോറിയിട്ടിട്ടുണ്ട്. റുസ്തമിന്റെ പടയാളികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾ ആരാണ്? ഈ ചോദ്യത്തിന് അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള
കാഴ്ചപ്പാട് വളരെ മനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന മറുപടിയായിരുന്നു മഹാനായ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മുടക്കിയത്. അല്ലാഹു ഇബ്തഖസന, ഞങ്ങളെ നിയോഗിച്ചത് പടച്ചവനാണ്, പടച്ചവന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് അഭിമാനത്തോടു കൂടിയാണ് അവർ പറയുന്നത്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്. അല്ലാഹു ഇബ്തഖസന, എന്തിനാണ് ഞങ്ങൾ അള്ളാഹു നിയോഗിച്ചത്? ലിഇഖ്റാജി മൻ ഷാ അല്ലാഹു മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹദ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ പടച്ചവന്റേതല്ലാത്ത അടിമത്വങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാത്രം അടിമത്വത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ അള്ളാഹ് നിയോഗിച്ചതാണ് ഞങ്ങളെ. ഏകനായ പരമാധികാരിയായ പടച്ചവന്റെ മാത്രം അടിമത്വം അംഗീകരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ അവസരം നൽകുന്ന ഒരു അന്തരീക്ഷത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ചെന്നവരാണ് ഞങ്ങൾ. മനുഷ്യൻ അവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ദുനിയാവിന്റെ പരിമിതികളിൽ നിന്ന്, ദുനിയാവിന്റെ അതിരുകളിൽ നിന്ന് മനുഷ്യന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ ഇലാ സഹത്തി ദുനിയ വൽ ആഖിറ, ഇഹപര ലോകങ്ങളുടെ വിശാലതയിലേക്ക് നയിക്കാൻ പടച്ചവൻ നിയോഗിച്ചതാണ് ഞങ്ങളെ. വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം, അനീതി നിറഞ്ഞ വ്യവസ്ഥകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നീതി വ്യവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ, മനുഷ്യനെ വിമോചിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചവരാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ നിയോഗ ദൗത്യത്തെ പരിചയപ്പെടുത്തുകയാണ് ആ മഹാനായ സഹാബി. ഒരു വിശ്വാസിക്ക് ഭൂമിയിൽ സാധിക്കാനുള്ള വിമോചനപരമായ ഉള്ളടക്കമുള്ള ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മഹാനായ നബി ഉസ്തമിന്റെ കൊട്ടാരത്തിൽ അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ മനുഷ്യൻ അവന്റെ സൃഷ്ടാവിന്റെ മാത്രം അടിമയാകലാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ പൊരുതി നേടിയ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. രാജ്യനിവാസികൾ, നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും ധനവും അഭിമാനവും അവ സംരക്ഷിക്കപ്പെടുന്നതിനും സമത്വം എന്ന് പറയുന്ന ആശയം, അവസര സമത്വവും നിയമത്തിന്റെ മുമ്പിലെ സമത്വവും ഇത് ഉറപ്പുവരുത്താൻ കഴിയുന്നതുമായ ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പുലരുകയുള്ളൂ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് നിഷേധിക്കപ്പെടുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. എന്തും അങ്ങനെ തന്നെയാണ്, വിരുദ്ധാവസ്ഥയിലാണ് എന്തും വിലയിരുത്തപ്പെടുക. ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുക. ഇന്ന് അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഫലസ്തീനിൽ, ഗസയിൽ സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ ഭീകരത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നവും വെള്ളവും നിഷേധിച്ചുകൊണ്ട് ഒരു ജനതയെ പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലേക്കുള്ള എല്ലാ പ്രവാസന കവാടങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി, കരയിലും കടലിലും ഒക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ജനതയെ എല്ലാ അർത്ഥത്തിലും അടിമത്വത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് ആ ജനതയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ ഭീകരമായ അവസ്ഥകൾ, സ്വാതന്ത്ര്യം ലഭിച്ച് 89 വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിലും സ്വാതന്ത്ര്യത്തിലൂടെ നാം നേടിയത് ഒന്നിനു പിറകെ മറ്റൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിലാണ് രാജ്യം ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ആസാമിലെ വംശഹത്യ നമ്മുടെ മുമ്പിലുണ്ട്, ബീഹാറിലെ വോട്ടുബന്ദി നമ്മുടെ മുമ്പിലുണ്ട്, വോട്ടുകളുടെ തട്ടിയെടുക്കലുകൾ, വോട്ട് ചോരി നമ്മുടെ മുമ്പിലുണ്ട്, അന്യായമായി സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച വഖഫ് നിയമം നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനധികം പിറന്ന നാട്ടിൽ ജീവിക്കാനുള്ള ഒരു മൗലികമായ ജീവിക്കാനുള്ള പൗരന്മാരുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന പൗരത്വ നിയമവും നമ്മുടെ മുമ്പിലുണ്ട്. ഏതൊരു രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്, അല്ലെ? ഒരു രാജ്യത്തിന്റെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ആഘോഷിക്കാനും ഒക്കെ ദിവസമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ആനന്ദിക്കാനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കാനും അതിൽ ആത്മാഭിമാനം കൊള്ളാനും അതിൽ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും ഒക്കെ പറ്റുന്ന അന്തരീക്ഷത്തിലാണോ രാജ്യത്ത് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമുക്ക് മറുപടി പറയേണ്ടി വരികയാണ്. ഈ ആഹ്ലാദത്തിനും ആനന്ദത്തിനുമുള്ള അവസരങ്ങൾക്ക് പകരം ഭീതിയിലും നിരാശയിലും വീണുപോയ വലിയൊരു വിഭാഗം ജനങ്ങളുള്ള ഒരു രാജ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും ആ രാജ്യത്തിലാണ് ഇന്ന് സ്വാതന്ത്ര്യ ദിനം കടന്നു വരുന്നതും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആലോചിക്കണം, ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന
രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യം പോലും അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം, ഒരു സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ആസാദി എന്ന വാക്കിന് സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം, അല്ലെ? രാജ്യത്തെ പിടിമുറുക്കിയ ഫാഷിസത്തിൽ നിന്നും, രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയ വർഗീയതയിൽ നിന്നും ആസാദി ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയ വിദ്യാർത്ഥികളെ നിർദ്ദയം വേട്ടയാടിയ ഭരണകൂടം പുസ്തകം മാത്രമല്ല, ആസാദി എന്ന വാക്ക് തന്നെ നിരോധിക്കുമോ എന്ന ആശങ്കയിലേക്കാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആയിരക്കണക്കിന് ധീരരായ ജവാന്മാർ, ധീരരായ രാജ്യത്തെ പൗരന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ രക്തസാക്ഷ്യത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം അഥവാ രാജ്യത്തിന്റെ ആസാദി അത് ആർക്കു മുമ്പിലും അടിയറ വെക്കാനുള്ളതല്ലെന്ന് ആരുടെ മുമ്പിലും തുറന്നു പ്രഖ്യാപിക്കുവാൻ രാജ്യത്തെ ജനങ്ങൾക്ക്, നമുക്ക്, എനിക്ക്, നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അഥവാ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ നിന്നും, വോട്ട് കൊള്ളയിൽ നിന്നും, വിദ്വേഷ പ്രസംഗങ്ങളിൽ നിന്നും, പൗരാവകാശ നിഷേധങ്ങളിൽ നിന്നും, പൗരത്വ നിഷേധ നിയമങ്ങളിൽ നിന്നും, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നതിൽ നിന്നും, ആരാധനാലയങ്ങൾ കവർന്നെടുക്കപ്പെടുന്നതിൽ നിന്നുമൊക്കെ ആസാദിക്ക് വേണ്ടിയുള്ള, അതിൽ നിന്നൊക്കെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, അതിനുവേണ്ടി ഉറക്കെ ശബ്ദിക്കുവാനുള്ള, ഉറച്ച തീരുമാനമെടുക്കാനുള്ള, അതിനുള്ള അവസരമായി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാമല്ലോ, ഇസ്ലാം, പടച്ചവന്റെ ദീനായ ഇസ്ലാം സ്വാതന്ത്ര്യത്തെയും നീതിയെയും വളരെയധികം പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ഒരു ദർശനമാണ്. എന്ന് മാത്രമല്ല, സത്യത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളാൻ പരിശുദ്ധ ഖുർആൻ നിരന്തരമായി ആവശ്യപ്പെട്ട ഒരു സമുദായമാണ് നമ്മൾ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ നിയോഗിക്കപ്പെട്ട ഒരു ഉമ്മത്തിന്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ. ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ പടച്ചവന് വേണ്ടി നിലകൊള്ളണം. കൂനൂ ഖവ്വാമീന ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. അല്ലാഹുവിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നീതിക്ക് നിങ്ങൾ സാക്ഷികളാകണം. നിങ്ങൾ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കണമെന്നല്ല പടച്ചവൻ പറയുന്നത്. നിങ്ങളിൽ നിന്ന് നീതി മാത്രമേ ആളുകൾക്ക് അനുഭവപ്പെടാവൂ എന്ന് മാത്രമല്ല പടച്ചവൻ പറയുന്നത്. സമൂഹത്തിൽ നീതി നടപ്പിലാകുന്നുവെന്ന്, രാജ്യത്തെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് നീതി ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ, അതിന് സാക്ഷികളാകാൻ നിങ്ങൾക്ക് കഴിയണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഏതൊരു ജനതയോടുമുള്ള വിദ്വേഷം, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതിയിൽ നിലകൊള്ളണം. നീതിയിൽ നിലകൊള്ളുന്നതാണ് ഹുവ അഖറബു ലിത്തഖ്വ, പടച്ചവനോടുള്ള ഭയഭക്തിയോട്, തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, പടച്ചവൻ നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന സൂറത്തുൻ നിസായിൽ ഇതിന്റെ മറ്റൊരു വേർഷൻ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ബിൽ ഖിസ്ത് ശുഹദാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. വലൗ അലാ അൻഫുസിക്കും, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതും അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതും നിങ്ങൾക്ക് തന്നെ എതിരായാലും ശരി, നിങ്ങളുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് എതിരായിരുന്നാലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. വലൗ അലാ അൻഫുസിക്കും അവിൽ വാലിദൈനി വൽ അഖറബീൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായാലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത്, നിങ്ങൾ പടച്ചവന് വേണ്ടി നിലകൊള്ളുന്നത്, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ വൽ അഖറബീൻ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാൽ പോലും നിങ്ങൾ നീതിക്ക് വേണ്ടി ശബ്ദിക്കണം, നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചെയ്തികളെയൊക്കെ വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ രണ്ട് ആയത്തിന്റെയും അവസാനം അല്ലാഹു പറയുന്നത് അതാണ്. അല്ലാഹു നിങ്ങളെ കുറിച്ച് കാണുന്നവനാണ്, അറിയുന്നവനാണ് എന്നല്ല പറയുന്നത്. ഖബീറും ബിമാ തഅമലൂൻ, ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. ഈ ഖബീർ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്ന അതിനെയാണ് ഖബീർ എന്ന് പറയുക. അത് അലീമിനേക്കാളും കുറെ കൂടി കടന്ന പ്രയോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ നിലകൊള്ളേണ്ടത് നീതിക്ക് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചയച്ച നിയോഗ ദൗത്യം പരിചയപ്പെടുത്തിക്കൊണ്ട് സൂറ അൽ അഅറാഫിലെ 157-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുന്നുണ്ടല്ലോ, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രവാചകനെ പടച്ചവൻ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾക്ക് നമസ്കാരത്തിന് ഇമാമായി മാത്രം നിശ്ചയിക്കുകയല്ല പടച്ചവൻ ചെയ്തത്, രാഷ്ട്രത്തിന്റെ നായകത്വം കൂടി വഹിക്കാൻ പ്രാപ്തമാക്കിയാണ് പ്രവാചകൻ പറഞ്ഞയച്ചത്. റസൂലുള്ള ജനങ്ങൾക്ക് പള്ളിയിൽ ഇമാമായി നിൽക്കുമ്പോൾ മദീനയും മക്കയും ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയായിരുന്നു റസൂലുള്ള, ഒരു രാഷ്ട്ര നായകൻ കൂടിയായിരുന്നു റസൂലുള്ള. അവിടെ നിന്ന് നിർവഹിക്കാനുള്ള ദൗത്യത്തെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ്? യുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ജനങ്ങൾക്ക് നല്ലത് അനുവദിച്ചു കൊടുക്കുന്നു. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, ജനങ്ങൾക്ക് നല്ലത് കൽപ്പിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. അവർക്ക് അനുവദനീയമായ വസ്തുക്കൾ, നല്ല വസ്തുക്കൾ, ത്വയ്യിബാത്ത് പരിശുദ്ധമായ അനുവദിക്കുകയും വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛ വസ്തുക്കൾ അവർക്ക് വിരോധിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. വയലഹു അൻഹും ഇസ്റഹും, അവരുടെ മുതുകുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന പ്രവാചകൻ. വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന പ്രവാചകൻ. എന്നിട്ട് അല്ലാഹ് പറയാണ്, വല്ലദീന ആമനൂ ബിഹി, ഇങ്ങനെയുള്ള ഈ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാരോ, വഅസ്സറുഹു വനസ്റുഹു, ആ പ്രവാചകനെ പിന്തുണക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവരാരോ, അല്ലേ, വത്തബഅ നൂറല്ലദീ ഉൻസില മഅ, ആ പ്രവാചകൻ കൊണ്ടുവന്ന പ്രകാശത്തെ, പരിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അപ്പൊ വിജയത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിജയികളാകുന്നവരുടെ ലക്ഷണം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ആ പ്രവാചക നിയോഗ ദൗത്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പടച്ചവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ മഹാനായ മൂസാ അലൈഹി സ്വലാമയുടെ നിയോഗ ദൗത്യം പരിചയപ്പെടുത്തിയിടത്തും പടച്ചവൻ പറഞ്ഞത് അതാണ്, അല്ലെ? ആ ജനതയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞല്ലോ, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ വനുമക്കിന ലഹും ഫിൽ അർദ് വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. മൂസാ അലൈഹി സ്വലാമിന്റെ നിയോഗ ദൗത്യം പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ആ ജനതയുടെ അവസ്ഥ, അവർ അനുഭവിച്ചിരുന്ന അവസ്ഥയെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എവിടെ എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുകയാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട, സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെട്ട, പൗരാവകാശം നിഷേധിക്കപ്പെട്ട ജനതയോട് ഔദാര്യം കാണിക്കാൻ പടച്ചവൻ ഉദ്ദേശിക്കുന്നു, ഔദാര്യം കാണിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഔദാര്യം കാണിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുക? വനജഅലഹും അഇമ്മത്തൻ, അവരെ ഭൂമിയിലെ നേതാക്കളാക്കാൻ പടച്ചവൻ ഉദ്ദേശിക്കുന്നു. വനജഅലഹുൽ വാരിസീൻ, ഭൂമിയുടെ അനന്തരാവകാശികൾ അവരെ ആക്കുവാനും അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടോ വനുമക്കിന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആധിപത്യം നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. അതുവഴി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഇവരിൽ നിന്ന്, മൂസാ അലൈഹിസ്സലാമിൽ നിന്നും മൂസാ അലൈഹിസ്സലാമയുടെ ജനതയിൽ നിന്നും ഫറോവയും ഹാമാനും അവന്റെ സൈന്യവും എന്താണോ ഭയപ്പെടുന്നത്? എന്താ ഭയപ്പെടുന്നത്? ഇന്നി അഹാഫു അൻ യുബദ്ദില ദീനക്കും, ഫറോവ രാജാവിനെ പറഞ്ഞതാണല്ലോ. മൂസാ അലൈഹിസ്സലാമയുടെ കാര്യത്തിൽ ഫറോവ ഭയപ്പെട്ടിരുന്നത് ഇന്നി അഹാഫു അൻ യുബദ്ദില ദീനക്കും, നമ്മളുടെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെ? അവിടെ വ്യവസ്ഥയിൽ പരമാധികാരി ഫറോവയാണ്. ആ ജനത എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യരുതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഫറോവക്കാണ്. ആ വ്യവസ്ഥിതിയെ അട്ടിമറിക്കും ഇവൻ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹ് പറയാണ്, വനുലിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഈ ജനതയിൽ നിന്ന്, മൂസാ അലൈഹിസ്സലാമിൽ നിന്നും ബനൂ ഇസ്രായേൽ ജനതയിൽ നിന്നും ഫറോവയും ഹാമാനും സൈന്യവും എന്താണോ ഭയപ്പെടുന്നത് അത് അവരുടെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നും പടച്ചവൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. മൂസാ അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ പോയി ബനൂ ഇസ്രായേൽ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും വേണ്ടി ഉയർന്ന മുദ്രാവാക്യം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത് എന്താ? ഫറോവയുടെ അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ പ്രവാചകത്വം വിശദീകരിച്ചിട്ട് അള്ളാഹു തന്നെ നിയോഗിച്ചതിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് മൂസാ അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ, അൻ അർസിൽ മഅനാ ബനി ഇസ്രായീൽ, അൻ അർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും, എന്റെ കൂടെ ബനൂ ഇസ്രായേൽ ജനതയെ എന്റെ കൂടെ നീ വിട്ടുതരണം. നീ അടിച്ചമർത്തി വെച്ചിട്ടുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ, ആൺകുഞ്ഞുങ്ങൾക്ക് പിറക്കാനുള്ള അവകാശം പോലും കവർന്നെടുക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ കിബിത്തി വംശീയതയുടെ വർധനവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ആ നിന്റെ ഈ അടിമത്വത്തിന്റെ മുഖം ഈ ജനതയുടെ മേലിൽ വെച്ചു ചേർത്തിക്കൊണ്ട് ഇവരെ അടിമത്വത്തിൽ കാലാകാലം തളച്ചിടാമെന്ന നിന്റെ ദാർഢ്യമുണ്ടല്ലോ, ആ ദാർഢ്യത്തിന് അറുതി വരുത്താനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അൻ അർസിൽ മഅനാ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ സമൂഹത്തെ എന്റെ കൂടെ വിട്ടുതരണം. വലാ തുഅദ്ദിബുഹും, അവരെ ദ്രോഹിക്കാൻ, അവരെ പീഡിപ്പിക്കാൻ, അവരെ ഈ അടിമത്വത്തിൽ തളച്ചിടാൻ നിനക്ക് അധികാരമില്ല എന്ന് മഹാനായ മൂസാ അലൈഹിസ്സലാം
ഫറോയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അതിന്റെ വിശദീകരണമായി ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ, നിന്റെ അടിമത്വത്തിന്റെ നുഖത്തിൽ നിന്നും അടിച്ചമർത്തുന്നും നീ അവരെ പീഡിപ്പിക്കുന്ന ആ പീഡനാവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അതിന്റെ വിശദാംശത്തിൽ ഇബ്നു കസീർ പറയുകയാണ്. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പടച്ചവന്റെ മാത്രം അടിമകളാണ്. അവർ പടച്ചവന്റെ വിശ്വസ്തമായ സംഘമാണ്. എന്നാൽ അതേസമയം അള്ളാഹു സ്വതന്ത്രമായി സൃഷ്ടിച്ച ഒരു ജനത, പടച്ചവനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു ജനവിഭാഗം, അവർ ഇപ്പോൾ നിന്റെ കീഴിൽ, നിന്റെ കൊടും ശിക്ഷയാണ്, നിന്യമായ നിന്റെ ശിക്ഷക്കാണ് അവർ വിധേയമാക്കപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിനക്കതിന് അധികാരമില്ല. അതുകൊണ്ടാണ് അർസിൽ മഅന ബനി ഇസ്രായേൽ. പ്രിയമുള്ളവരെ, ഇതാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിൽ അവർക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന വിമോചന ദൗത്യം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പടച്ചവൻ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. സ്വാതന്ത്ര്യം എന്നത് സന്തോഷവും അഭിമാനബോധവും നേടിത്തരുന്നതാണ്, അല്ലെ? സ്വാതന്ത്ര്യം എന്ന മനുഷ്യന് അഭിമാനവും അന്തസ്സും നേടിത്തരുന്നതാണ്. പടച്ചവൻ സ്വാതന്ത്ര്യം നൽകിയ ജനതയുടെ അനുഗ്രഹങ്ങൾ ഓർക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റൂ നിഅമത്തല്ലാഹി അലൈക്കും. ജനങ്ങളെ നിങ്ങൾ, സൂറത്ത് മാഇദയിൽ എന്ന് പറയാണ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇത് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും ഐദിയഹും. ഒരു ജനവിഭാഗം നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഫകഫ ഐദിയഹും അൻകും, അല്ലാഹ് അതിൽ നിന്നും നിങ്ങളെ തടഞ്ഞു. അവരുടെ കരങ്ങൾ നിങ്ങളുടെ നേരെ ഉയരുന്നതിൽ നിന്നും അള്ളാഹു തടഞ്ഞു. പ്രവാചകനെ വധിക്കാൻ വേണ്ടി ജൂതർ ഗൂഢ പദ്ധതികൾ തയ്യാറാക്കിയതിനെ പൊളിച്ച് കയ്യിൽ കൊടുത്ത പടച്ചവന്റെ തന്ത്രത്തെ പരിചയപ്പെടുത്തുന്നിടത്താണ് അള്ളാഹ് ഇത് പറയുന്നത്. അങ്ങനെ വിശ്വാസികളുടെ, പ്രവാചകന്റെയും അനുയായികളുടെയും സംരക്ഷണം പടച്ചവൻ സാധ്യമാക്കിയത് വഴി അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാലോ, സൂറത്ത് അംഫാലിൽ ബദർ യുദ്ധത്തെ നിരൂപണം ചെയ്തുകൊണ്ട് വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നാണ്, വദക്കുറു ഇദ് അൻതും ഖലീൽ, നിങ്ങൾ വളരെ ദുർബലരായിരുന്നു, നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു, അല്ലെ? മുസ്തദഅഫൂന ഫിൽ അർള്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. തഖാഫൂന യതഖത്തഫകുമുൻ നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്തേക്കുമോ എന്ന് പോലും നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം അത്രയും നിസ്സാരരായിരുന്നു നിങ്ങൾ. എന്നിട്ടോ ഫആവാക്കും, അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചു. വഅയ്യദകും ബിനസ്രിഹി, പടച്ചവൻ അവന്റെ സഹായത്താൽ നിങ്ങളെ ശക്തിപ്പെടുത്തി. ബദർ യുദ്ധത്തിൽ തങ്ങളെക്കാൾ 3 ഇരട്ടിയോളം വരുന്ന ആയുധബലത്തിലും സംഘശക്തിയിലും ഒരു താരതമ്യത്തിനും അവകാശമില്ലാത്ത വിധം, അല്ലെങ്കിൽ താരതമ്യം പോലും സാധ്യമല്ലാത്ത വിധം അത്രയും 3 ഇരട്ടിയിലധികം വരുന്ന സൈന്യത്തെ നിഷ്കരുണം പരാജയപ്പെടുത്തിയ ആ വിശ്വാസികളുടെ സംഘത്തെ മുൻനിർത്തിക്കൊണ്ടെന്ന് പറയണം. അതൊന്നും നിങ്ങളുടെ കഴിവായിരുന്നില്ല. നിങ്ങളുടെ മുനയൊടിഞ്ഞ മുറിവാൾ കൊണ്ടൊന്നും അരിഞ്ഞു വീഴ്ത്താൻ മാത്രം നിസ്സാരരായിരുന്നില്ല, ദുർബലരായിരുന്നില്ല പ്രതിയോഗികൾ. അള്ളാഹുവാണ് അവരെ പരാജയപ്പെടുത്തിയത്. പടച്ചവൻ ആകാശ ലോകത്തും മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ് അവരെ പരാജയപ്പെടുത്തിയത്. എന്നിട്ട് എന്താ പറയണ? അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് അല്ലാഹു വിഭവങ്ങൾ നൽകി, നിങ്ങൾ അനുഗ്രഹിച്ചു. വിശ്വാസികൾ നേടിയെടുത്ത വിജയത്തെ വിലയിരുത്തിക്കൊണ്ടെന്ന് പറയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, എന്ത്? ലഅല്ലക്കും തഷ്കുറൂൻ, അതുവഴി എന്താണ് നിങ്ങൾ സാധിക്കേണ്ടത്? അള്ളാഹുവിനോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം. അള്ളാഹ് നൽകിയ ഏത് അനുഗ്രഹങ്ങളോടുമുള്ള വിശ്വാസികളുടെ സമീപനത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാണ്, നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുമാകണം. സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന ഭീഷണി നേരിട്ട പ്രവാചകന്മാർക്ക് പടച്ചവൻ കൊടുത്ത ആ ഒരു സന്ദേശം, അള്ളാഹ് കൊടുക്കുന്ന പ്രതീക്ഷ, സ്വാതന്ത്ര്യമുള്ള ജീവിതത്തെ കുറിച്ച പ്രതീക്ഷയാണ്, അല്ലെ? വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖരിജന്നകും മിൻ അർദിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. നമ്മളിവിടെ ഫാഷിസ്റ്റുകൾ, നിങ്ങൾ ഒന്നുകിൽ ഗർഭാപ്പസി, അല്ലെ, ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം, പൂർവിക മതത്തിലേക്ക് തിരിച്ചു വരണം, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം, അല്ലെ? ഒന്നുകിൽ ലനുഖരിജന്നകും മിൻ അർദിന, ഞങ്ങൾ ഇവിടെ നിങ്ങളെ പുറത്താക്കും. പൗരത്വ നിഷേധ നിയമങ്ങളിലൂടെ, വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റലുകളിലൂടെ, മൗലികമായ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നതിലൂടെ, നിങ്ങളുടെ ആരാധനാലയങ്ങൾ കവർന്നെടുക്കപ്പെടുന്നതിലൂടെ, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിലൂടെ, ഇതിന്റെയൊക്കെ അവസാനമായി നിങ്ങളെ ഭൂമിയിൽ നിന്ന്, ഈ രാജ്യത്ത് നിന്നും പുറത്താക്കലിലൂടെ, ഇതാണ് ഇവരുടെ ഭീഷണി, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ഞങ്ങളുടെ മില്ലത്തിലേക്ക് മടങ്ങി വരണം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഇതിന് ഒരുപാട് ചരിത്രപരമായ പഴക്കമുള്ള പ്രയോഗമാണിത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, എന്താ?
അവർക്ക് വഹീയിലൂടെ നൽകി, ലനുഹ്ലികന്ന വാലിമീൻ, ശത്രുക്കളെ, നിങ്ങളുടെ അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ വലനുസ്കിനന്നകും മുൽ അർള മിൻ ബഅദിഹിം, അവർക്ക് ശേഷം ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് ആധിപത്യം നൽകും. പടച്ചവന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, രാജ്യത്തെ നിലവിലുള്ള അരക്ഷിതാവസ്ഥയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗമായി നമ്മൾ മാറരുത്. മാപ്പ് സാക്ഷിത്വത്തിന്റെ, ക്ഷമാപണ സ്വരത്തിന്റെ ഒരു ശൈലിയിൽ നമ്മൾ സംസാരിക്കുകയും നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യരുത്. ഇസ്ലാം നമുക്ക് നൽകിയ ഒരു അന്തസ്സുണ്ട്. പടച്ചവന്റെ ദീൻ നമുക്ക് നൽകുന്ന ഒരു ആത്മാഭിമാനമുണ്ട്. നേരത്തെ ഇബ്നു അമീർ റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞല്ലോ, അല്ലാഹു ബിത്തഹ്സന, പടച്ചവനാണ് നമ്മളെ ഇങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട സമൂഹമാണ് നിങ്ങൾ. രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ട വിഭാഗമാണ് നിങ്ങൾ. മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുൻക വലിയ്യൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറ. അല്ലാഹു ചോദിക്കുകയാണ്, മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾക്ക് പോരാടാതിരിക്കാൻ എന്താണ് ന്യായം? പടച്ചവന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം? ആർക്ക് വേണ്ടി? വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട സ്ത്രീജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അവർ പറയുകയാണ് അല്ലെ, ആ ജനവിഭാഗത്തിന്റെ അവസ്ഥ എന്താണ്? റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, ഈ അക്രമികളായ ജനങ്ങളിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ രക്ഷിക്കണമേ. വജ്അൽ ലനാ മിൻ ലദുൻക വലിയ്യൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറ, ഞങ്ങൾക്കൊരു സഹായിയെ, ഞങ്ങൾക്കൊരു സംരക്ഷകനെ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിലപിച്ചുകൊണ്ടിരിക്കുന്ന, ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നീതിയുടെ പക്ഷത്ത് നിലകൊള്ളാൻ നിങ്ങൾക്ക് എന്താണ് ഇനിയും മടി? എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോ, പ്രിയമുള്ളവരെ, നെല്ലും പതിരും വേർതിരിക്കപ്പെടുന്ന, പടച്ചവൻ നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിച്ച് അള്ളാഹുവിന്റെ മാത്രം ഉലൂഹിയത്തും ഉബൂദിയത്തും റുബൂബിയത്തും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ട് മനുഷ്യന് ഭൂമിയിൽ തണൽ വിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിന് വേണ്ടി പരിശ്രമിക്കാനും പണിയെടുക്കാനും, അത്തരം നീതി പുലരുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി അതിന് സാക്ഷികളായി തീരാനും, ആ നല്ല നാളെയിലേക്ക് പ്രതീക്ഷയോടുകൂടി കണ്ണയക്കാനും സാധിക്കണം. നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനം അത്തരത്തിലുള്ള ചിന്തകൾക്കുള്ള പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ നിയോഗ ദൗത്യത്തോട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആരവങ്ങളും ഈ അട്ടഹാസങ്ങളും ഈ ആക്രോശങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചറിയണം, അത് കേവലം നുരകളും പതകളും മാത്രമാണ് എന്ന്. അൻസല മിനസ്സമാഇ മാഅൻ ഫസാലത് ഔദിയത്തും ബിഖദരിഹാ فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية او متاع زبد مثله كذلك يضرب الله الحق والباطل. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തുർ റഅദിൽ, فاما الزبد فيذهب جفاء, നുരകളും പതകളും ഒക്കെ പറ്റിപ്പോകാനുള്ളതാണ്. ഭൂമിയിൽ അവശേഷിക്കാൻ അർഹതയുള്ളത് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നത് മാത്രമാണ്. മനുഷ്യന് പ്രയോജനപ്പെടുന്നത് അവശേഷിക്കുന്ന നുരയും പതയും ഒക്കെ പറ്റിപ്പോയി ഇസ്ലാമിന്റെ തെളിനീരൊഴുകുന്ന ഒരു ശാന്തമായ, ഒരു സമാധാനമുള്ള ഒരു നാട്, അല്ലെ, അമ്നും മുത്തമയിന്നുമുള്ള റിസ്ക്കുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്ന, നിർഭയത്വവും സമാധാനവും ദാരിദ്ര്യമില്ലാത്ത പട്ടിണിയില്ലാത്ത സമാധാനമുള്ള ഒരു നാടിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ പങ്കാളികളാകുവാൻ സാധിക്കണമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മകൾ നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിറന്ന ഭൂമിയിൽ അഭിമാനത്തോടും അന്തസ്സോടും കൂടി പൗരത്വം അനുവദിച്ചു തരുന്ന എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മരണം വരെ ഈ ഭൂമിയിൽ നിലനിന്നു പോകാനും ഈ ഭൂമിയിൽ തന്നെ മരിക്കാനുമുള്ള തൗഫീക്ക് ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ നിയോഗ ദൗത്യം നിർവഹിച്ചുകൊണ്ട്, ഉമ്മത്ത് മുസ്ലിമയുടെ നിയോഗം നിർവഹിച്ചുകൊണ്ട് രാജ്യത്ത് നിലനിന്നു പോകാനുള്ള തൗഫീക്ക് മുസ്ലിം സമൂഹത്തിനും അതിന്റെ നേതൃത്വത്തിനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.